20 വർഷം മുമ്പ് ഞങ്ങൾ പ്രണയിച്ചു. എന്നാൽ ഇന്ന് ജ്യോതികയെ ട്രോളി മാധവൻ. അജയ് ദേവ്ഗൺ, ജ്യോതിക, മാധവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വികാസ് ബഹൽ സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രമാണ് ഷെയ്ത്താൻ. ബ്ലാക്ക് മാജിക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം മാർച്ച് 8-ന് തിയേറ്ററുകളിലെത്തും. ഒരിടവേളയ്ക്ക് ശേഷം മാധവനും ജ്യോതികയും ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ച് അഭിനയിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് താരങ്ങൾ. ഷെയ്ത്താന്റെ റിലീസിനോടനുബന്ധിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദീർഘനാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരലിനെ കുറിച്ച് മാധവനും ജ്യോതികയും മനസ്സ് തുറന്നത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ അഭിനേതാക്കൾ എന്ന നിലയിൽ രണ്ടുപേരും എത്രത്തോളം വളർന്നുവെന്ന് മനസ്സിലായി. അന്ന് ഞങ്ങൾ സിനിമയിൽ ഏറ്റവും മികച്ച നായകനും നായികയുമായി അഭിനയിച്ചു. ഇന്ന് ക്യാരക്ടർ റോളിലെത്തുമ്പോൾ ഞങ്ങൾ അഭിനയത്തിൽ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് മനസ്സിലാകും, ജ്യോതിക പറഞ്ഞു. 20 വർഷം മുമ്പ് ഞങ്ങൾ സിനിമയിൽ പ്രണയിച്ചു. എന്നാൽ ഇന്ന് ഷെയ്ത്താനിൽ ജ്യോതിക എന്നെ ഉപദ്രവിക്കുന്നതും കൊല്ലാൻ പോകുന്നതും നിങ്ങൾക്ക് കാണാം. അതെ, ഞങ്ങൾ വളരെ ദൂരം എത്തിയിരിക്കുന്നു, ജ്യോതികയെ ട്രോളിക്കൊണ്ട് മാധവൻ പറഞ്ഞു. മാധവനും ജ്യോതികയും പ്രധാന വേഷത്തിലെത്തിയ 2001 പുറത്തിറങ്ങിയ ഡം 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 എന്ന ചിത്രം വൻ വിജയമായിരുന്നു. 2003 പ്രിയമാന തോഴി എന്ന ചിത്രത്തിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ജ്യോതികയുടെ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമാണിത്. 1978 റിലീസ് ചെയ്ത പ്രിയദർശൻ ചിത്രം ഡോളി സാജ കെ രഹ്ന ആണ് നടിയുടെ ആദ്യ ചിത്രം. ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഷെയ്ത്താൻ ടീസർ വൈറലായിരുന്നു. ബ്ലാക്ക് മാജിക്കിന്റെ പൈശാചിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രം പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. കൃഷ്ണ ദേവാഗ്നി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഗുജറാത്തി ചിത്രം വശിന്റെ റീമേക്കാണ് ഷെയ്ത്താൻ. ഛായാഗ്രഹണം സുധാകർ റെഡ്ഡി, സംഗീതം അമിത് ത്രിവേദി, എഡിറ്റിംഗ് സന്ദീപ് ഫ്രാൻസിസ്. ജിയോ സ്റ്റുഡിയോസും ദേവ്ഗൺ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ പൂർണ്ണമായും വിദേശത്താണ്.